ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ മണാലി ട്രിപ്പിന്റെ ഡേ 2 ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ അടട്ടണലിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ആകെ ടയർഡായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാമക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പോഴും നൈറ്റ് കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉറങ്ങിയത്. മാത്രമല്ല അച്ഛനും മോളും കൂടെ രാത്രി ഇവിടെ ഭയങ്കര ഗുസ്തിയായിരുന്നു. പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പതാ വാമക്കുട്ടിയെ ഉണർത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട്, ആള് മൈൻഡ് ചെയ്യാതെ ഉറക്കമായിരുന്നു. പിന്നെ ഇന്നലെ നിങ്ങൾക്ക് നമ്മളുടെ റൂമിന്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ നമ്മളുടെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ. വാമിക്കുട്ടിയെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളിപ്പോഴും ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിന്റെ കലിപ്പിലാണ്. അപ്പൊ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കേട്ടോ. നല്ല ഭംഗിയില്ലേ? എന്താ പറയാ, ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് നല്ല രസമാണ് കേട്ടോ. മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ വെയിലാണ് കേട്ടോ. ഇത്രയും തണുപ്പിന്റെ ഇടയ്ക്ക് ആ ഒരു വെയിലും കൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വോം ഫീലിംഗ് ആണ് കേട്ടോ. സ്വാമി ഇവിടെ ഇരിക്കുന്നോ അകത്തിരിക്കുന്നോ കഴിക്കാൻ വേണ്ടിട്ട്? വെയില് കുഴപ്പമില്ലേ? മുഖത്തി നോക്കി കിടന്നുറങ്ങി. മുഖത്തി കിടന്നുറങ്ങി. മുഖത്തി നോക്കി കിടന്നു ഉടങ്ങ ഉടങ്ങായി. ഇതെന്താ വാമിക്കുട്ട? അംബുജം. ഗൈസ്, ഇതാണ് നമ്മളുടെ റൂം. ആകെ അലങ്കോലാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും വന്നപ്പോ തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചാണ് റൂമിന്റെ. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ടാണ് പിന്നെ റൂമിലേക്ക് വരുന്നത്. അപ്പത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് വന്നത്. ഇവിടെ ഒരാൾ സ്വന്തമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മേക്കപ്പ് ഒക്കെ ഇട്ട്. അപ്പൊ മണാലി ഡേ 2 നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഹിഡിംബ ടെമ്പിൾ അതുപോലെ തന്നെ മാൾ റോഡും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിഡിംബ ടെമ്പിൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ഹിഡിംബ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മൾ ടെമ്പിളിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ ഷോപ്പുകളാണ്, ഒരുപാട് ഷോപ്പുകളുണ്ട്. മെയിൻലി ടൂറിസ്റ്റുകളെ തന്നെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ ഓരോരോ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളുടെ വൂളൻ ക്ലോത്ത്സ്, കിഡ്സിന്റെ ടോയ്സ്, സ്നാക്സ്, മെയിൻ ആയിട്ട് ഇവിടുത്തെ കുറെ അധികം ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മളിത് ആ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടെമ്പിൾസ് ഇൻ മണാലിയാണ്. പഗോഡ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹിഡിംബ ടെമ്പിൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഏത് ദൈവത്തെയാണ് ഇവിടെ ആരാധിക്കുന്നതെന്ന്. പിന്നീട് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് ഹിഡുംബി എന്നൊരു വേർഡ് കണ്ടത്. അപ്പോഴാണ് കാര്യം ഏകദേശം മനസ്സിലായത്. അതായത് നമ്മൾ മലയാളികൾക്ക് ഹിഡുംബി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതെ, നമ്മുടെ മഹാഭാരതത്തിലെ ഭീമന്റെ ഭാര്യയായ ഹിഡുംബിയാണ് കേട്ടോ ഇവിടെ ദേവിയായിട്ട് ആരാധിക്കുന്നത്.
സംസാരിക്കുന്നത്. ഹിഡുംബി രാക്ഷസിയായിരുന്ന സമയത്ത് ഈ മണാലിയിലെ വനപ്രദേശങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗിയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ മണാലി ഡേ 2 വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല. മോൾ റോഡ് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ എന്റെ ലാസ്റ്റ് വ്ളോഗിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വ്ളോഗ്സ് കണ്ടിട്ട് തീർച്ചയായിട്ടും കമന്റ്സ് അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് അത്രയും വാല്യുബിൾ ആണ്. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.